ഹലോ ഹലോ, പൊട്ടിയോ? ഈശ്വര, ഈ സിനിമ പൊട്ടിയോ? ശരി ശരി. സാർ കൂടി ക്ലാസ് കോരിയൊക്കെ സാറേ. സാറിന്റെ പടവേ 8 നില പൊട്ടി. പടച്ചറപ്പേ, ഇനിയിപ്പോ എന്താണ് ചെയ്യത്? ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഇമേജ് എല്ലാം പോയല്ലോ. സാറേ, ഈ പോക്ക് പോയാ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയ ഇമേജ് ഇല്ലേ, അത് പോവും. സാറിന്റെ എല്ലാ പടവും സാറ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് മറക്കണ്ട. എന്നാ പിന്നെ ഇതിന് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാണോ? വെറുതെ പിയാന്ന് പറഞ്ഞു നടക്കണ്. ബ്ലഡി ഫുൾ. ജീവകാരുണ്യം, സാമൂഹ്യ സേവനം, ഇതൊക്കെയാണ് എളുപ്പത്തിൽ പേര് കിട്ടാനുള്ള വഴി. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, സാമൂഹ്യ സേവനം തന്നെ ആയിക്കോട്ടെ. ഏതായാലും ഇവിടുത്തെ റോഡെല്ലാം പൊളിഞ്ഞെടുക്കല്ലേ. ഒരു പ്രധാനപ്പെട്ട റോഡ് റാറിയിട്ടാകാൻ തുടക്കം. നല്ല ന്യൂസ് വാല്യൂ കിട്ടും. സാറിന് ചിലപ്പോ ഒരു പത്മശ്രീ വരെ കിട്ടിയേക്കാം. ഫേസ്ബുക്കിലിടാം. സാറേ ന്യൂസ് ചാനൽ ഓൺ ചെയ്യേ. എല്ലാ ചാനലിലും ഇനി ഇതായിരിക്കും ബ്രേക്കിംഗ് ന്യൂസ്. സൂപ്പർ സ്റ്റാർ ഗഫൂർ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ റോഡ് ടാർ ചെയ്തത് കാരണം ഇരുചക്ര വാഹനങ്ങൾക്ക് ഭീഷണി. ഗുരുതര പരിക്കുകളോടെ 2 പേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൂപ്പർ സ്റ്റാർ ഗഫൂറിനെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പൊതുമരാമത്ത് മന്ത്രി നമ്മുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു. പറയൂ സാർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? സൂപ്പർ സ്റ്റാർ ഗഫൂർ റോഡ് ടാർ ചെയ്തത് തീരെ ശരിയായില്ല. അത് കാരണം എത്ര പേർക്ക് അപായമുണ്ടായെന്നറിയാമോ? കാലാകാലങ്ങളായി ഈ റോഡിന്റെ ടാറിംഗ് ഏറ്റെടുത്ത കോൺട്രാക്ടർമാർ എന്ത് ചെയ്യും? അവരെ പെരുവഴിയിലാക്കിയില്ലേ? ശ്രീ ഗഫൂർ ചെയ്തത് ഒരു നല്ല കാര്യമല്ലേ സാർ? ജനങ്ങൾക്ക് ഉപകാരമല്ലേ? ഇങ്ങനെയൊരു മുൻകൈ എടുത്തതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയല്ലേ സാർ വേണ്ടത്? ലുക്ക് മിസ്റ്റർ, റോഡായ കുഴിയുണ്ടാകും. കുഴിയിൽ വീണ അപകടം പറ്റും. അപ്പൊ കുഴിയിൽ വീഴാണ്ട് വണ്ടി ഓടിക്കേണ്ടത് ആരുടെ കടമയാണ്? ജനങ്ങളുടെ കടമ അവര് നിറവേറ്റണം. അങ്ങനെയാവുമ്പോ ഒരപകടം ഉണ്ടാവില്ല. പടച്ചോനെ, ഇതിപ്പോ വേലി വെക്കിടന്ന പാമ്പിനെടുത്ത് മറ്റിടത്തിൽ വെച്ചതിന്റെ ഏരിയ ഇപ്പല്ലോ.